അച്ഛൻ നാഗേന്ദ്രൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അനന്തപുരിയെ നശിപ്പിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് മകൾ അവന്തിക. മൂർത്തിസ് ജ്വല്ലറി തന്റെ കയ്യിലാകണം എന്ന തീരുമാനമായിരുന്നു അവന്തികയ്ക്ക്. അങ്ങനെ എല്ലാവരോടും സ്നേഹം അഭിനയിച്ച് നിൽക്കുകയാണ് അവന്തിക. എന്നാൽ ജലജിയുടെ അബിയുടെ അടുത്ത് ഒട്ടും അടുപ്പം കാട്ടുന്നില്ല അവന്തിക. അങ്ങനെ ജലജി ചോദിക്കുന്നുണ്ട്, അവന്തികെ നീ എന്താണ് ഇങ്ങനെ മാറിയത്? അങ്ങനെ വിദേശത്ത് പോയി പഠിച്ചു എന്ന് കരുതി ഇങ്ങനെ മാറാൻ പറ്റുമോ? നീ എന്താ ഞങ്ങളുടെ കൂടെ നിൽക്കാത്തത്? നീ ഇവിടെയുള്ളവരെ കൂട്ടുപിടിച്ച് ഞങ്ങൾക്കെതിരെ കളിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട് ജലജ. അന്നേരം അവന്തിക പറയുന്നുണ്ട്, അല്ലാതെ അച്ഛനും അമ്മയും ചെയ്യുന്നത് പോലെ ഇവിടെയുള്ളവരെ അങ്ങ് വെറുപ്പിക്കണോ? എനിക്ക് പണത്തിനോട് ഒട്ടും ആഗ്രഹമില്ല അമ്മേ. ഒരു കണക്കിന് അയർലൻഡിൽ പഠിച്ചതിന്റെ ഗുണമാണിത്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ അവിടെ വെച്ച് പഠിച്ചു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മാറിയത്. അന്നേരം അബി ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ ഞങ്ങൾക്കെതിരെ കളിക്കാൻ തന്നെയാണോ തീരുമാനം? ഇവിടെയുള്ള ശത്രുക്കളുടെ കൂടെ നടന്നിട്ട് നിനക്ക് എന്ത് ഗുണം കിട്ടാനാടി? ഏട്ടനും അമ്മയും എന്തൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. എനിക്ക് പണത്തിനോടോ ഇവിടെയുള്ളവരോടോ ഒരു ദേഷ്യവുമില്ല. പഠനമെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്ക് മൂർത്തിസ് ജ്വല്ലറിയിൽ എന്തെങ്കിലും ജോലി ചെയ്യണം. അവിടെ നല്ല ട്രെയിനിങ് എല്ലാം ചെയ്ത് കാര്യങ്ങളെല്ലാം മെച്ചപ്പെടുത്തണം എന്ന് പറയുകയാണ് അവന്തിക. അന്നേരം അബി പറയുന്നുണ്ട്, നിന്നെ ഇവിടെ എല്ലാവരും അംഗീകരിക്കും. മുത്തശ്ശൻ നിനക്ക് മൂർത്തിസ് ജ്വല്ലറി ജോലി തന്നത് തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുകയാണ്. അന്നേരം അവന്തിക പറയുന്നുണ്ട്, മുത്തശ്ശൻ എന്നെ ട്രെയിനറായി കയറ്റിയിട്ടുണ്ട്. ആദർശേട്ടൻ്റെ താഴെ തന്നെ സ്ഥാനവും തന്നിട്ടുണ്ട്. അങ്ങനെ ആദർശേട്ടൻ്റെ കൂടെ നിന്ന് കാര്യങ്ങളെല്ലാം പഠിക്കാമെന്നാണ് മുത്തശ്ശൻ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതനുസരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നുമുണ്ട്. എനിക്ക് ആദർശേട്ടൻ്റെ അതുപോലെ തന്നെ സ്ഥാനം വേണം. അങ്ങനെ ജ്വല്ലറിയിൽ ഉയർന്ന പൊസിഷനിൽ തന്നെ എത്തണം എന്നൊക്കെ പറയുകയാണ് അവന്തിക. അന്നേരം അബി പറയുന്നുണ്ട്, ഒരിക്കൽ ഞാൻ ജ്വല്ലറി വലിയ സ്ഥാനം തന്നെ എനിക്ക് കിട്ടിയിരുന്നു. എന്നെ അവിടെ നിന്ന് ഓടിച്ചവരാണ് ഈ ആദർശേട്ടനും മുത്തശ്ശനുമൊക്കെ. അതല്ലേ ഏട്ടൻ്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ സംഭവിച്ചത്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഞാൻ നോക്കിക്കോളാം എന്ന് പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ ജലജയ്ക്കും അബിക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. അവന്തിക എന്തായിരിക്കും ഇങ്ങനെ മാറിയതെന്ന് ഓർത്ത് അബിക്കും ജലജയ്ക്ക് എത്തും പിടിയും കിട്ടുന്നില്ല. അങ്ങനെ അവന്തിക മുത്തശ്ശനെ സോപ്പിട്ട് ജ്വല്ലറി ജോലിക്ക് കയറുകയാണ്. അങ്ങനെ ആദർശിന്റെ സ്ഥാനം തനിക്ക് കിട്ടണം എന്നൊരൊറ്റ ലക്ഷ്യമാണ് അവന്തികയ്ക്കുള്ളത്. മൂർത്തിസ് ജ്വല്ലറി നശിപ്പിച്ച് AM ജ്വല്ലറി മുന്നിലെത്തിക്കണം എന്നൊരൊറ്റ തീരുമാനമായിരുന്നു അവന്തികയ്ക്കുള്ളത്. അതേസമയമാണ് നയനയ്ക്ക് നല്ലൊരു ഓർഡർ കിട്ടുന്നത്. വലിയൊരു ക്ഷേത്രത്തിലെ ആഭരണങ്ങളും കിരീടങ്ങളും നിർമ്മിക്കാനുള്ള ഓർഡർ ആയിരുന്നു അത്. അങ്ങനെ നയനയ്ക്ക് വലിയ സന്തോഷമാകുന്നുണ്ട്. അങ്ങനെ നയന ഊണും ഉറക്കവുമില്ലാതെ അമ്പലത്തിലെ ആഭരണങ്ങളും കിരീടങ്ങളും നിർമ്മിക്കുകയാണ്. അവർ പറഞ്ഞ സമയത്ത് തന്നെ എല്ലാം റെഡിയാക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞാൻ ഊണും ഉറക്കവുമില്ലാതെ ആഭരണങ്ങളും കിരീടങ്ങളും ഉണ്ടാക്കുകയാണ്. എന്നാൽ അവന്തികയുടെ ആഗ്രഹം വേറെയായിരുന്നു. ഈ കൊട്ടേഷൻ എങ്ങനെയെങ്കിലും AM ജ്വല്ലറിക്ക് കൊടുക്കണം. എങ്ങനെയെങ്കിലും അത് മോഷ്ടിച്ചാൽ ക്ഷേത്രക്കാർ വരുമ്പോൾ സാധനം അവിടെ ഇല്ലെന്ന് കാണും. പൂജയുടെ സമയത്ത് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ മൂർത്തി ജ്വല്ലറിയുടെ സകല ഇമേജ് നഷ്ടപ്പെടും. അങ്ങനെ അവർക്ക് വലിയ നഷ്ടം വരും. കോടികളുടെ കൊട്ടേഷനാണത്. അത് നഷ്ടപ്പെടുക മാത്രമല്ല ആ ക്ഷേത്രക്കാർ കേസ് കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കേസ് കൊടുത്താൽ എന്തായാലും മൂർത്തി ജ്വല്ലറി തകരുമെന്നറിയാം. അങ്ങനെ അവന്തിക അച്ഛനെ വിളിച്ചിട്ട് ഈ കാര്യമെല്ലാം പറയുന്നുണ്ട്. അച്ഛ, ഓർണമെന്റ്സ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. കിരീടവും ആഭരണങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട്. അതെല്ലാം ലോക്കറിൽ വെച്ച് പൂട്ടിയിരിക്കുകയാണ്. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, ഇനി എന്താ മോളെ ചെയ്യുക? എല്ലാം നമുക്ക് അടിച്ചു മാറ്റണം. നാളെ അമ്പലക്കാർ വരുമ്പോൾ ആ ആഭരണങ്ങളും കിരീടങ്ങളും കാണരുത്. അങ്ങനെയാണെങ്കിൽ മൂർത്തി ജ്വല്ലറിയുടെ പതനം അവിടെ അങ്ങ് ഉറപ്പാക്കാം. അന്നേരം അവന്തിക പറയുന്നുണ്ട്, അത് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അച്ഛാ. ലോക്കറിന്റെ കീ വേറെ ലോക്കറിൽ വെച്ച് പൂട്ടിയിരിക്കുകയാണ്. അത് എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ അതും ആ റൂമിൽ തന്നെയാണ്. അതിന്റെ സ്പെയർ കീ സെക്യൂരിറ്റിയുടെ കയ്യിലുണ്ടെന്ന് അവന്തിക പറയുന്നുണ്ട്. അത് കൈക്കലാക്കിയാൽ കാര്യം നടക്കുമെന്ന് അവന്തിക പറയുകയാണ്. അന്നേരം നാഗേന്ദ്രൻ പറയുന്നുണ്ട്, നീ എങ്ങനെയെങ്കിലും ആ ചാവി എടുത്ത് സ്വർണ്ണം എങ്ങനെയെങ്കിലും ഒന്ന് കൈക്കലാക്ക്. അടുത്ത ദിവസം ഇതൊന്നും ജ്വല്ലറിയിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ മൂർത്തി ജ്വല്ലറി തകരണം എന്ന് പറയുകയാണ്. അങ്ങനെ അവന്തിക സെക്യൂരിറ്റിയെ കയ്യിലെടുത്ത് ആ താക്കോല് കൈക്കലാക്കുന്നുണ്ട്. ലോക്കർ തുറന്ന് ആ കിരീടവും സ്വർണ്ണാഭരണങ്ങളുമെല്ലാം അവിടെ നിന്ന് അടിച്ചു മാറ്റുന്നുണ്ട്. CCTV എല്ലാം ഓഫ് ചെയ്തതിന് ശേഷമാണ് ഇതെല്ലാം ചെയ്യുന്നത്. അങ്ങനെ നാഗേന്ദ്രന്റെ ആളുകൾ വന്ന് ആ കിരീടവും സ്വർണവും എല്ലാം കൈക്കലാക്കുന്നുണ്ട്. അങ്ങനെ നാഗേന്ദ്രന് അത് കിട്ടിയപ്പോൾ വലിയ സന്തോഷമാകുന്നുണ്ട്. എന്തു ഭംഗിയായിട്ടാണ് നയന ഡിസൈൻ ചെയ്തതെന്ന് അവർ പറയുന്നുണ്ട്. നാളെ നേരം വെളുക്കുമ്പോൾ ക്ഷേത്ര കമ്മിറ്റിക്കാരെത്തും. ലോക്കറിലെ സ്വർണം നഷ്ടപ്പെട്ടാൽ അത് വലിയ സീനായിരിക്കും. അനന്തപുരിയിലുള്ളവരെല്ലാം ഞെട്ടും. അങ്ങനെ ഭക്തജനങ്ങളെല്ലാം ഇളകും. പിന്നെ കേസാകും. കോടികൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആദർശ നയനയും വലിയ സന്തോഷത്തിലാണ്. ആഭരണങ്ങൾ കൈമാറുന്ന ദിവസമാണല്ലോ അന്ന്. മുത്തശ്ശനോട് ചെന്ന് അനുഗ്രഹം വാങ്ങിച്ചു. മുത്തശ്ശൻ പറയുന്നുണ്ട്, എൻ്റെ അനുഗ്രഹം എന്ന് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. ഇതോടുകൂടി നമ്മുടെ കഷ്ടകാലമെല്ലാം മാറും. സന്തോഷമായിട്ട് പോകാൻ പറയുകയാണ്. ആ സമയത്താണ് അവന്തിക അങ്ങോട്ട് വരുന്നത്. അവൾക്കും ഇതെല്ലാം കാണണമല്ലോ. അങ്ങനെ അവന്തികയും കൂടെ വരുന്നുണ്ട്.
അങ്ങനെ അവന്തിക അച്ഛനെ വിളിച്ച് സീനുണ്ടാക്കാൻ ആൾക്കാരെ വിടാൻ വേണ്ടി പറയുകയാണ്. ക്ഷേത്രത്തിലെ ആളുകളെല്ലാം വലിയ ആഘോഷമായി അങ്ങോട്ടെത്തി. അങ്ങനെ ആദർശം ഞാൻ ലോക്കർ തുറന്ന് ആകെ നെട്ടിപ്പോവുകയാണ്. അങ്ങനെ സ്വർണവും കിരീടവും എല്ലാം എവിടെ പോയി എന്ന് കരുതി ആകെ നെട്ടി നിൽക്കുന്ന സമയത്താണ് മാനേജർമാരെയും സ്റ്റാഫുകളെയും അങ്ങോട്ട് വിളിക്കുന്നത്. അങ്ങനെ സെക്യൂരിറ്റിയും പറയുന്നുണ്ട് ഞാനൊന്നും അറിഞ്ഞില്ല, അങ്ങനെ ആരോ ചതിച്ചതാണെന്ന് ആദർശം മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അവന്തിക ഒന്നും അറിയാത്ത മട്ടിൽ നിൽക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ വലിയ സന്തോഷമാണ്. അച്ഛൻ്റെ ആഗ്രഹം പോലെ തന്നെ ഒരു പണി കൊടുക്കാൻ പറ്റിയല്ലോ എന്ന സന്തോഷത്തിലാണ് അവന്തിക. അങ്ങനെ സ്വർണം നഷ്ടപ്പെട്ട കാര്യം പത്രത്തിലെല്ലാം വന്നു. അങ്ങനെ ആദർശം ഞാൻ ആകെ നാണം കിട്ടു. അങ്ങനെ ആദർശനോട് മുത്തശ്ശൻ പറയുന്നുണ്ട് നീ എന്താ ഇങ്ങനെ, നിനക്കെന്താ തീരെ ഉത്തരവാദിത്തമില്ലാതായിപ്പോയി എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുകയാണ്. അന്നേരം ആദർശ് പറയുന്നുണ്ട് മുത്തശ്ശ ഇതാരും മനഃപൂർവ്വം ചെയ്തതാണ്. CCTV എല്ലാം ഓഫായത് കൊണ്ട് തന്നെ മുത്തശ്ശന് അത് സമ്മതിക്കുന്നുണ്ട്. ആദർശ് അബിയെ സംശയിക്കുന്നുണ്ടെങ്കിലും ഇത്രയും സുരക്ഷിതത്വമുള്ള കാര്യം അബിക്ക് ചെയ്യാൻ കഴിയില്ല എന്ന് ആദർശ് പറയുന്നുണ്ട്. ഞാനേ മുത്തശ്ശനോട് സങ്കടം പറഞ്ഞു. അങ്ങനെ മുത്തശ്ശൻ ദേഷ്യത്തോടു കൂടി ആദർശനോട് പറയുന്നുണ്ട് നീ കുറച്ചുനാൾ മൂർത്തി ചില്ലറയുടെ സ്ഥാനത്ത് നിന്ന് മാറി നിൽക്കണം, പകരം അവന്തിക വരട്ടെ എന്ന് മുത്തശ്ശൻ പറയുകയാണ്. ആദർശൻ ഞാൻ ഇത് കേട്ട് ആകെ നെട്ടുന്നുണ്ട്. അവന്തിക അയർലൻഡിൽ പഠിച്ചതല്ലേ, അവൾ നോക്കട്ടെ എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ അവന്തികയ്ക്ക് താൻ ഉദ്ദേശിച്ച കാര്യം നടന്നല്ലോ എന്ന് കരുതി വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. അങ്ങനെ മൂർത്തി ജ്വല്ലറിയുടെ സ്ഥാനം ഒഴിയാൻ പറഞ്ഞത് ആദർശിന് വിഷമമായെങ്കിലും മുത്തശ്ശന്റെ തീരുമാനം അംഗീകരിക്കുകയാണ് ആദർശ്. അങ്ങനെ മുത്തശ്ശന് അവന്തികയെ സംശയം തോന്നുകയാണ്. അങ്ങനെ ഒരിക്കൽ അവന്തിക ഫോണിൽ സംസാരിക്കുന്നതെല്ലാം മുത്തശ്ശൻ കേൾക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ ആകെ നെട്ടിത്തരിക്കുന്നുണ്ട്. മൂർത്തി ജ്വല്ലറിയിൽ ആദർശിന്റെ സ്ഥാനം തെറിപ്പിച്ച് അവിടെ കയറിക്കൂടാനാണ് തൻ്റെ ഉദ്ദേശമെന്നും അങ്ങനെ സ്വർണ്ണ അവിടുന്ന് മോഷ്ടിച്ചത് താനാണെന്നും അവന്തിക സംസാരിക്കുന്നത് മുത്തശ്ശൻ കേൾക്കുകയാണ്.